നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് G-Trackൻ്റെ ഒരു ഉൽപ്പന്നമാണ്, ഒരു തെർമോ സ്റ്റീൽ ഫ്ലാസ്ക്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ഉൽപ്പന്നം തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീച്ചർ ഇതിനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫ്ലാസ്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് വെറുതെ ഒരു ഫ്ലാസ്ക് പരിചയപ്പെടുത്തുന്ന പോലെയല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. G-Track ജീനിയസ് അറ്റ് വർക്ക് എന്ന ഹാഷ്ടാഗോട് കൂടി G-Track മാർക്കറ്റിൽ ഇപ്പോൾ കേരളത്തിലൊന്നാകെ അവരുടെ ഉൽപ്പന്നങ്ങൾ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. www.gtrack.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് സന്ദർശിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു പ്രൊഡക്റ്റ് തെർമോ സ്റ്റീൽ വാക്വം ഫ്ലാസ്ക് 500 ml വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന തെർമോ സ്റ്റീൽ വാക്വം ഫ്ലാസ്ക് ആണ്. ഫുൾ സ്റ്റീലാണ്. മോഡൽ വരുന്നത് AQUA 500 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. മോഡൽ AQUA 500. 1 വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡബിൾ ലെയർ കോപ്പർ കോട്ടിംഗ് ആണ് ഈ സ്റ്റീലിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്ലാസ്കിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് 2 സ്റ്റീൽ ലെയർ കോട്ടിങ്ങുകളുണ്ട്. അതായത് ഉള്ളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ലെയറും അത് കഴിഞ്ഞ് ഒരു ശൂന്യഭാഗവും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റീലിൻ്റെ മറ്റൊരു ലെയർ, അങ്ങനെ 2 ലെയറുകളാണ് ഈ ഫ്ലാസ്കുകൾക്ക് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാവാം. ഉള്ളിലൊരു സ്റ്റീൽ ലെയർ ഉണ്ടാവും, അതിന് ശേഷം ഒരു വായുരഹിത ഒരു പ്രതലമാണ്, ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുക. അതിനുശേഷം പുറത്തൂടെ വേറൊരു സ്റ്റീലിൻ്റെ ലെയറും കൂടെ ഉണ്ടാകും. അതായത് ചൂടിനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള അതായത് വായുവിനെ ഇല്ലാത്ത ഒരു പ്രതലമായിരിക്കും ഈ ഫ്ലാസ്കുകൾ 2 ലെയറുകൾക്ക് നടുവിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ 2 ലെയറുകൾക്ക് നടുവിലായിട്ട് അവർ ഒരു കോപ്പറിൻ്റെ കോട്ടിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. കൂടുതലും കൂടെ ടെമ്പറേച്ചർ അതിനകത്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ മൂടി, അതായത് ഇതിൻ്റെ അടപ്പിൽ, ഇതിൻ്റെ ലിഡിൽ ഒരു ടെമ്പറേച്ചർ സെൻസറും അതോടുകൂടി ഒരു LED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. വിത്ത് ബാറ്ററിയോട് കൂടിയിട്ടാണ് ആ ഒരു ലിഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിഡ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കരുതേണ്ടതുണ്ട്. ഒരു ടെമ്പറേച്ചർ സെൻസർ ഇതിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ പുറത്തേക്ക് ഒരു LED ഡിസ്പ്ലേയിൽ നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് ഇതിനകത്ത് ചൂട്, ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിലെ വാട്ടറിന് അല്ലെങ്കിൽ പദാർത്ഥത്തിന് എത്ര ഡിഗ്രി ചൂടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ, താപനില എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു LED ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ലിഡ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കരുതേണ്ടതുണ്ട്. കെയർഫുള്ളായി കരുതാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് മുക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് ഇതിൻ്റെ ഉള്ളിലെ ഫിൽറ്റർ സെറ്റപ്പാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഫിൽറ്റർ സെറ്റപ്പ്, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചായ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മട്ട് ആ ഒരു ഫിൽറ്ററിൽ തട്ടി നിൽക്കുക. അതേപോലെ തന്നെ പുറത്തേക്ക് നമ്മൾ ചായ എടുക്കുകയാണെങ്കിലും അത് അവിടെ തട്ടി നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചായയുടെ ചണ്ടി ഉള്ളിലോട്ട് ഒഴിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴും ആ ചണ്ടി ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഫിൽറ്റർ സെറ്റപ്പ്, അത്രമാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ട്, അതുപോലെ ചൂടുവെള്ളം എടുക്കാനും തണുത്ത വെള്ളം എടുക്കാനും നമുക്കിത് ഉപയോഗിക്കാം. ചൂടുവെള്ളം ആണെങ്കിൽ ചൂടുവെള്ളം തന്നെ എടുത്തുകൊണ്ടിരിക്കുക. തണുത്ത വെള്ളമാണെങ്കിൽ ആ തണുപ്പുള്ള വെള്ളം ഇതിനകത്ത് എടുക്കാം. ഈ തണുത്ത വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ആ തണുപ്പ് ഈ ഒരു ഫ്ലാസ്ക് മെയിൻറ്റെയിൻ ചെയ്യും. ചൂടുവെള്ളമാണെങ്കിൽ എപ്പോഴും ആ ചൂട് ഈ ഒരു ഫ്ലാസ്ക് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാസ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ തെർമോസ്റ്റീലിൽ മൊത്തത്തിൽ എങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് അവോയ്ഡ് ചെയ്യേണ്ട 1-2 പദാർത്ഥം ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റ്, അതായത് പാൽ ഉൽപ്പന്നങ്ങളും, സോഡ, അതേപോലെ സോഡ വാട്ടർ, അതായത് സോഡ, അതുപോലെ തന്നെ നമ്മുടെ 7up പോലെയുള്ള സോഡ ഉൽപ്പന്നങ്ങളുണ്ടാവും, വാട്ടറുകളുണ്ടാവും. അത് ആ ഡ്രിങ്കുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെള്ളം നമ്മൾ നിറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം മുഴുവനായിട്ട് നിറയ്ക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് വെക്കുക. മുഴുവനായിട്ട് വെള്ളം നിറയ്ക്കരുത് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അതിന് അടപ്പ് ത്രെഡാണ്, തിരിച്ചടക്കാതെ ത്രെഡിലൂടെ കൂടി അടയ്ക്കുമ്പോൾ അത് മുറുക്കി അടയ്ക്കുക, ത്രെഡ് തെറ്റാതെ മുറുക്കി അടയ്ക്കുക. അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂട് ലോസായി പോകാതെ, അതായത് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ ഒഴിഞ്ഞു പോകാതെ ഒരുപാട് നേരം നമുക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഡിഷ് വാഷർ ഉപയോഗിച്ച്, അതായത് എന്തെങ്കിലും വാഷർ ഉപയോഗിച്ചിട്ടോ സോപ്പ് ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ മൂടി ഉരച്ച് കഴുകാതിരിക്കുക, മൂടി വെള്ളത്തിൽ മുക്കാതിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ബാറ്ററി ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി നശിച്ചു പോകും, ഡിസ്പ്ലേ കംപ്ലയിൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളത്തിൽ മുക്കാതിരിക്കാം, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ലിഡ് മെല്ലെ തുടച്ചെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഫ്ലാസ്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കി കഴുകാതിരിക്കുക. കാരണം ഫ്ലാസ്കും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനേ, ചൂടുവെള്ളത്തിൽ ഒന്ന് തുടച്ചെടുക്കാനേ ഫ്ലാസ്കിനും അനുവദനീയമായിട്ടുള്ളൂ. അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്
അനിവാര്യമാണ്. മറ്റൊന്ന് വാറണ്ടി കാർഡ് ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ 1 ഇയർ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 1 ഇയർ വാറണ്ടി കാർഡ് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കമ്പനി അല്ലെങ്കിൽ വാറണ്ടി തരില്ല എന്നുള്ളതാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ്. അപ്പോൾ വാറണ്ടി കാർഡ് സൂക്ഷിക്കുക. ബാറ്ററി തീർന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ ഡിസ്പ്ലേ കാണാതെ വരികയോ ഒക്കെ വരികയാണെങ്കിൽ 1 ഇയർ വാറണ്ടി ഉണ്ട് എങ്കിൽ നമുക്ക് സൗജന്യമായി തന്നെ അത് സർവീസ് ചെയ്ത് അതായത് ഷോപ്പുകളിൽ നിന്ന് സർവീസ് ചെയ്ത് ലഭിക്കും. ഇനി വാറണ്ടി പീരീഡ് കഴിഞ്ഞ പ്രൊഡക്റ്റുകളാണ് എങ്കിൽ സർവീസ് ലഭിക്കും. അതിന് ചെറിയൊരു സർവീസ് ചാർജ് കമ്പനി ഈടാക്കും. അപ്പോൾ എന്തായാലും അവരുടെ ജെന്യുവനായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ സ്പെയർ പാർട്സുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു സർവീസിൻ്റെ കാര്യത്തിൽ കമ്പനി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ വാറണ്ടി കാർഡ് സൂക്ഷിക്കുക. സംശയങ്ങൾക്ക് അവരെ കസ്റ്റമർ കെയർ നമ്പർ ഇതിനകത്ത് കാണാം. കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ടോൾ ഫ്രീ നമ്പറാണ്. അത് വിളിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തേടാം. ഏകദേശം മാർക്കറ്റിൽ 700 രൂപ മുതൽ ഈ ഒരു പ്രൊഡക്റ്റിന് വില വരുന്നുണ്ട്, അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 700 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഫ്ലാസ്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന, തൂക്കിക്കൊണ്ട് പോകാൻ പറ്റിയൊരു ബാഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലാസ്കിന് നല്ല അടിപൊളി ഒരു ബാഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യമാണ്, കൂടുതൽ ആളുകൾ ചൂടുള്ള ഫ്ലാസ്ക് ചൂട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലാസ്ക് അതായത് മൈക്രോവേവ് സേഫ് അല്ല എന്ന് കമ്പനി പറയുന്നുണ്ട്. മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പാടില്ല. മൈക്രോവേവ് ചൂടുള്ള പദത്തിന് ഉള്ളിലോട്ട് കയറ്റി വെക്കരുത്. മൈക്രോവേവ് സേഫ് അല്ല. കാരണം ഇതിൻ്റെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് ഇതിനകത്ത് ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ സെൻസറിങ് അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അത്തരം എക്യുപ്മെൻറ്റുകൾ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു മൈക്രോവേവ് സേഫ് അല്ല. അപ്പോൾ നമ്മൾ മൈക്രോവേവിൽ ഈ ഒരു പ്രൊഡക്റ്റ് സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്, ഒരു ഓവനിൽ നമ്മൾ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒന്ന് കരുതുകയാണെങ്കിൽ അതൊരു അടിപൊളി നല്ലൊരു ഫ്ലാസ്ക് തന്നെയാണ്. നല്ല ചൂട് നിൽക്കുന്ന അടിപൊളി ഒരു ഫ്ലാസ്ക് തന്നെയാണ്. കോപ്പർ കോട്ടിംഗ് ഉള്ള, സ്റ്റീലിൻ്റെ ഉള്ളിൽ കോപ്പർ കോട്ടിംഗ് ഉള്ള, പുറത്തൊരു ബ്ലാക്ക് മെറ്റാൽ ഫിനിഷിങ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ലുക്കിലുള്ള ഒരു അടിപൊളി തെർമോ സ്റ്റീൽ വാക്വം ഫ്ലാസ്ക് തന്നെയാണ് 500 ml. ഇതിൻ്റെ 500 ml ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയി കാണുന്നത്. ഇനിയും കൂടുതൽ ML അധികം അല്ലെങ്കിൽ കുറഞ്ഞ ML മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ അത്യാവശ്യം നോക്കിയാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നല്ല അത്യാവശ്യം ഗുണം തോന്നിയിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസർ നമ്മൾ അന്തരീക്ഷത്തിൽ അത് മൂടി തുറന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ അറിയാൻ കഴിയും. അത് അടച്ച് വെക്കുകയാണെങ്കിൽ ഫ്ലാസ്കിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്ലാസ്കിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അറിയാൻ കഴിയും. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് റിവ്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ വേറൊരു വെറൈറ്റി ഒരു പ്രൊഡക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.